എനിക്ക് എന്റെ അനുപേട്ടനെ ഇപ്പൊ കാണണം. അനുപേട്ടന് എന്താ പറ്റിയേ? അർച്ചന, താൻ കാര്യം എന്താന്ന് വെച്ചാ പറ. അനുപേട്ടന് എന്താ സംഭവിച്ചത്? ആ പയ്യൻ പറഞ്ഞ ശരിയാ, ഒരു ആക്സിഡന്റ് പറ്റി. അയ്യോ അനുപേട്ടൻ. പക്ഷേ നിങ്ങളാരും ടെൻഷൻ ആവണ്ട, അപകടം പറ്റിയത് അനുപേട്ടനല്ല. പിന്നെ താനൊന്ന് വിശദമായിട്ട് പറയണോ? അത് അനുപേട്ട ബൈക്കിൽ വരുമ്പോ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി റോഡ് ക്രോസ് ചെയ്ത് പെട്ടെന്ന് ബൈക്കിന് കുറുകെ ചാടി. അപ്രതീക്ഷിതമായിട്ട് എടുത്ത് ചാടിയതുകൊണ്ട് അനുപേട്ടന് വണ്ടി കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിയില്ല. ആ പെൺകുട്ടിയെ വണ്ടി ഇടിച്ചു. ഈശ്വര, കുറച്ച് സീരിയസാ. എല്ലാവരും ചേർന്ന് ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മോനെ സച്ചി, നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകാം. അവനോട് ഒറ്റയ്ക്കല്ലേ? ഹോസ്പിറ്റലിലേക്ക് പോയിട്ടിപ്പോ കാര്യം ഉണ്ടാവില്ല. അതെന്താ? ഞാൻ ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ അനുപേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തൊക്കെയാ മാഷേ ഇത്? പോലീസ് അനുപേട്ടനെ കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എന്റെ അനുപേട്ടനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം. എന്താ മോനെ ഇപ്പൊ ചെയ്യുന്നത്? നമുക്കൊരു വക്കീലിനെ ഏർപ്പാടാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ? അതെ. നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ പോവാം. അനുപേട്ടനെ കൊണ്ടേ ഞാൻ വരും. സച്ചേട്ടാ, ഞാൻ വരണോ? ഏയ് വേണ്ട, ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഇപ്പൊ ചെന്ന് കയറാൻ പറ്റില്ല. ആരാ എന്താണെന്നറിയാതെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കയറിയാ അത് കൂടുതൽ പ്രശ്നങ്ങളാവും. എന്തായാലും പോലീസ് ഇടപെട്ടല്ലോ, ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളൂ. ആദ്യം അനുപേട്ടൻ ജാമ്യത്തിൽ ഇറങ്ങട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. സച്ചി, അനുപേട്ടനൊന്നും പറ്റല്ലേ? എന്ത് പറ്റാൻ? വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതിനെ ഫേസ് ചെയ്യാം, അത് മാത്രമേ ഉള്ളൂ. ഏതായാലും അനുപേട്ടന് അപകടമൊന്നും പറ്റിയില്ലല്ലോ. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. അനുപേട്ടനെ കൊണ്ടേ ഞാൻ വരൂ. അമ്മേ, ഒന്നുമില്ല മോളെ. മീരടുത്തി കരയാതെ, അനുപേട്ടനൊന്നും സംഭവിക്കില്ല. എന്റെ അനുപേട്ടൻ.